നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജന ജെ അശോക്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഭാരതം വെല്ലുവിളിക്കുന്നവരെ പാഠം പഠിപ്പിക്കാൻ കരുത്തുള്ള രാഷ്ട്രമെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഭാരതത്തിന് ആരുമായും ശത്രുതയില്ല. രാജ്യം ചെയ്യുന്നത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളെന്നും സർസംഘചാലക്. ബഹിരാകാശത്ത് വീണ്ടും ചരിത്രം കുറിക്കാൻ ISRO 101 വിക്ഷേപണം നാളെ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV-C-61 റോക്കറ്റ് കുതിച്ചുയരുക രാവിലെ 5:59. വിക്ഷേപിക്കുന്നത് ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-09. കേന്ദ്ര സർക്കാർ വിളിച്ചത് രാഷ്ട്രസേവനത്തിനെന്ന് ശശി തരൂർ. പോകുന്നത് അഭിമാനത്തോടെ. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ദേശസ്നേഹം പൗരന്മാരുടെ കടമ. കോൺഗ്രസിൽ ഉയർന്ന വിമർശനത്തിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നും തരൂർ. IS സ്ലീപ്പർ സെൽ ഭീകരർ മുംബൈയിൽ NIA പിടിയിൽ. വിമാനത്താവളത്തിൽ അറസ്റ്റിലായത് പൂനെ IED കേസ് പ്രതികളായ അബ്ദുള്ള ഫയാസ് ഷെയ്ഖ്, താഹ ലിയാഖത്ത് ഖാൻ എന്നിവർ. പാക് ബന്ധമുള്ള വ്യാജ സിം റാക്കറ്റ് പിടിയിൽ. 7 പേരെ കുടുക്കിയത് അസം പോലീസിന്റെ ഓപ്പറേഷൻ ഗോസ്റ്റ് സിം. നിരവധി പേർ നിരീക്ഷണത്തിൽ. പാകിസ്ഥാൻ തീവ്രവാദികളുടെ താവളം തുറന്ന് സമ്മതിച്ച പാക് പ്രധാനമന്ത്രി. ലോകമെമ്പാടും ഭീകരത പടർത്താതെ അവരെ തടഞ്ഞു നിർത്തുന്നത് പാകിസ്ഥാൻ സൈന്യമെന്നും ഷഹബാസ് ഷെരീഫ്. ഭാരതം തിരിച്ചടിച്ചെന്ന് തുറന്ന് സമ്മതിച്ച പാകിസ്ഥാൻ. നൂർഖാൻ വ്യോമതാവളമടക്കം ആക്രമിച്ചെന്ന് ഷഹബാസ് ഷെരീഫ്. 600 ഡ്രോണുകൾ ഭാരതം തകർത്തെന്നും പാക് പ്രധാനമന്ത്രി. മുംബൈയിൽ 2 IS സ്ലീപ്പർ സെൽ ഭീകരർ അറസ്റ്റിൽ. കേന്ദ്ര പ്രതിനിധി സംഘത്തിനുള്ള കോൺഗ്രസ് പട്ടിക വിവാദത്തിൽ. പാക് ബന്ധത്തിൽ വിവാദത്തിലായ ഗൗരവ് ഗൊഗോയും സയ്യിദ് നസീർ ഹുസൈനും പട്ടികയിൽ വിമർശിച്ച BJP. രാഷ്ട്രീയമല്ല, ദേശീയ സുരക്ഷയാണ് മുഖ്യമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ. വിശദമായ വാർത്തകളിലേക്ക്. ആം ആദ്മി പാർട്ടി തകർച്ചയിലേക്ക്. ഡൽഹിയിൽ പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് 13 കൗൺസിലർമാർ രാജിവെച്ചു. ഡൽഹി കോർപ്പറേഷനിലെ AAPയുടെ സഭാ നേതാവായ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ച ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരുന്നു. हम लोगों ने एक नया दल बनाया है, एक नई पार्टी बनाई है, इंद्रप्रस्थ विकास पार्टी। हम लोगों ने आम आदमी पार्टी से आज इस्तीफा दे दिया है। कारण ये है कि पिछले 2.5 सालों में आप लोगों ने देखा है कि निगम में जो काम होने चाहिए थे वो नहीं हुए थे। हम लोग सत्ता में थे फिर भी नहीं हो पा रहे थे काम, क्योंकि सिर्फ लड़ाई झगड़े और इन सब चीजों में अगर दिमाग रहेगा और मेन मोटिव ये रहेगा तो दिल्ली की जनता की हम कैसे काम करेंगे, जो हमने उनको वादे करे हैं वो कैसे पूरा करेंगे। अभी 15 पार्षद है और भी काफी इंटरेस्टेड है अभी, तो आगे इसकी संख्या बढ़ सकती है. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ ആം ആദ്മി പാർട്ടി തകർച്ചയിലേക്ക് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് 13 കൗൺസിലർമാർ രാജിവെച്ചിരിക്കുന്നു. ഡൽഹി കോർപ്പറേഷനിൽ AAPയുടെ സഭാ നേതാവായ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരുടെ രാജിവെച്ച ഇപ്പൊ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി രൂപീകരിക്കുന്നതായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ജിഷ്ണു. അഞ്ജന, ആം ആദ്മി എന്ന പാർട്ടി രൂപം കൊണ്ട ഡൽഹിയിൽ തന്നെ ആ പാർട്ടി പിളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടത് മുതൽ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും രൂക്ഷമായിരുന്നു. അത് നിയന്ത്രിക്കാനോ നേതാക്കളെ ഏകോപിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്ത തരത്തിലായിരുന്നു ആം ആദ്മിയുടെ നേതൃത്വം. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ
പ്രവർത്തകർ ഡൽഹിയിൽ ആം ആദ്മി തകർന്നടിയും എന്ന നിരീക്ഷണവും നടത്തിയിരുന്നു. അതായത് അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആം ആദ്മി തകർന്നടിയുമെന്ന നിരീക്ഷണവും നടത്തിയിരുന്നു. അതിന് സമാനമായി തകർച്ചയിലേക്ക്, പിളർപ്പിലേക്കാണ് ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പോയിട്ടുള്ളത്. പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്നും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയാണ് രാജിവെച്ചിട്ടുള്ളത്. ഡൽഹി കോർപ്പറേഷനിൽ ആം ആദ്മിയുടെ സഭാ നേതാവായിട്ടുള്ള മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടെന്നും 15 കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി മുതിർന്ന നേതാക്കൾ ഒപ്പമുണ്ട് എന്നുള്ളതാണ് മുകേഷ് ഗോയൽ അവകാശപ്പെട്ടിട്ടുള്ളത്. ആം ആദ്മിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജനങ്ങൾക്കിടയിൽ ഒരു പ്രവർത്തനവും നടത്താൻ ആം ആദ്മിക്ക് സാധിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഈ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. നേരത്തെ ആഭ്യന്തര കലഹം പരിഹരിക്കുന്നതിനായി ആം ആദ്മി ഡൽഹിയിൽ സംഘടനാ തലത്തിലൊരു അഴിച്ചുപണി നടത്തി പുതിയ പ്രസിഡന്റിനെയും ചുമതലക്കാരെയും നിശ്ചയിച്ചിരുന്നുവെങ്കിൽ പോലും അത് ആഭ്യന്തര കലഹം ഒതുക്കാനോ നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനോ ഫലം കണ്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഡൽഹിയിൽ ആം ആദ്മിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗോവയിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പയറ്റി നോക്കിയെങ്കിലും ഒരു തരത്തിലും മുൻപോട്ട് പോകാനോ സംസ്ഥാനങ്ങളിൽ കാലുറപ്പിക്കാനോ ആം ആദ്മിക്ക് സാധിച്ചിട്ടില്ല. പഞ്ചാബിൽ മാത്രമാണ് പിന്നീട് ഭരണം നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 2 വർഷത്തിനിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പഞ്ചാബിൽ വീണ്ടും അധികാരത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും അധികാര കസേരകളിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ മുതിർന്ന നേതാക്കൾ പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് ഇപ്പോൾ ഡൽഹിയിൽ അതിൽ ഏറ്റവും പ്രത്യേകത ആം ആദ്മി എന്ന പാർട്ടി രൂപം കൊണ്ടത് ഡൽഹിയിലാണ്. അവിടെയാണ് ഇപ്പോൾ പാർട്ടി പിളർപ്പിലേക്കും തകർച്ചയിലേക്കും പോയിട്ടുള്ളത്. അഞ്ജന. ശരി, ജിഷ്ണുകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിനെയും പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകളെയും കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള കേന്ദ്ര സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി. നയതന്ത്ര രംഗത്തെ അടക്കം അറിവും അനുഭവ സമ്പത്തുമുള്ള തരൂരിനെ ഒഴിവാക്കി ഗൗരവ് ഗൊഗോയുടെ പേര് ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയത്. ഇതും വിവാദമായി. ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിലുപരി രാജ്യസുരക്ഷയാണ് പരിഗണിക്കേണ്ടതെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനുമേൽ ഉപരോധം ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി മറ്റു രാജ്യങ്ങളെ ധരിപ്പിക്കാനാണ് പ്രതിനിധി സംഘം പോകുന്നത്. ഇതിൽ US, UK എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. എന്നാൽ സമിതിയിലേക്ക് ഉൾപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടി നൽകിയ പേരിൽ ശശി തരൂരില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജയറാം രമേശ് രംഗത്തെത്തി. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. UN-ൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് പരിചയമുള്ള തരൂരിന്റെ അനുഭവ സമ്പത്ത് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്നും സുപ്രിയ സുലെ, കനിമൊഴി എന്നിവരെയും പ്രതിനിധി സംഘത്തിന്റെ തലപ്പത്തേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതേസമയം ഗൗരവ് ഗൊഗോയെ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന കോൺഗ്രസിന്റെ ശുപാർശയെ വിമർശിച്ച് BJP രംഗത്ത് വന്നു. ഗൗരവ് ഗൊഗോയുടെ ഭാര്യയുടെ പാകിസ്ഥാൻ ബന്ധമാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ജനം, ഡൽഹി. വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന നിലപാടിലുറച്ച ശശി തരൂർ MP. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. തന്നെ അങ്ങനെ ആർക്കും അപമാനിക്കാൻ കഴിയില്ലെന്നും തനിക്ക് തന്റേതായ വിലയുണ്ടെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശസേവനം ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കണമെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായി ഇന്ത്യയുടെ പോരാട്ടങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ പ്രതിനിധി സംഘത്തിലെ ശശി തരൂരിന്റെ സാന്നിധ്യം പുകയുമ്പോൾ പ്രതികരണവുമായി തരൂർ തന്നെ രംഗത്തെത്തി. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. തന്നെ അങ്ങനെ ആർക്കും അപമാനിക്കാൻ കഴിയില്ലെന്നും തനിക്ക് തന്റേതായ വിലയുണ്ടെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്നും നിലപാടിൽ ഉറച്ച ശശി തരൂർ. നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വല്ല പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവർക്കും അറിയാം, ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ച് 88 മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്, നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത്, അറിയുന്നത്, ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം. അതിലാണ്, ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്കൊരു രാഷ്ട്രീയം കാണുന്നില്ല. ഇത് എൻ്റെ രാജ്യം, നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും.
വിവാദം പാർട്ടിക്കും സർക്കാരിനും ഇടയിലാണെന്നും ദേശസേവനം പൗരന്മാരുടെ കടമയാണെന്നും ശശി തരൂർ പ്രതികരിച്ചു. സർക്കാർ വിളിച്ചത് പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി നേരിട്ടാണ് വിളിച്ചതെന്നും ശശി തരൂർ. തന്റെ കഴിവിനെക്കുറിച്ചോ കഴിവില്ലായ്മയെക്കുറിച്ചോ വ്യക്തിപരമായ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകാം, അത് അവരോട് ചോദിച്ചാൽ മതിയെന്നും കോൺഗ്രസിനുള്ള മറുപടി. പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിന് ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അവർ സംസാരിച്ചോട്ടെ. സർക്കാർ എന്നെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഇതൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഞാനല്ലാതെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വിളികൾ കിട്ടി, അത്രേ എനിക്കറിയുള്ളൂ. അതും എന്നോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, കോൺഗ്രസിന് എൻ്റെ കഴിവോ കഴിവില്ലായ്മയെക്കുറിച്ച് അവർ വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ഇത് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ്. സർക്കാരാണ് തിരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അഭിപ്രായം ഒരു പക്ഷേ വേറെ ആയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനെക്കാട്ടെ എന്താ പറയേണ്ടത്? നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ശേഷമാകും പര്യടനമെന്ന് തരൂർ പറഞ്ഞു. ജനം, തിരുവനന്തപുരം. പാകിസ്ഥാനുമായി ബന്ധമുള്ള വ്യാജ സിം കാർഡ് റാക്കറ്റ് പിടിയിൽ. ഓപ്പറേഷൻ ഗോസ്റ്റ് സിം എന്ന പേരിൽ അസം പോലീസ് നടത്തിയ പരിശോധനയിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ നിരവധി പേർ നിരീക്ഷണത്തിൽ. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വിശദാംശങ്ങൾ. അഞ്ജന, ഓപ്പറേഷൻ ഗോസ്റ്റ് സിം എന്ന പേരിൽ അസം പോലീസ് നടത്തിയിട്ടുള്ള പ്രത്യേക പരിശോധനയിലാണ് ഇത്തരത്തിൽ വ്യാജ സിം റാക്കറ്റ് പിടിയിലാവുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ റാക്കറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അസം DGP ഹർമീത് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പലതും അതിർത്തി കടന്നുള്ള പാകിസ്ഥാനുമായുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ നമ്പറുകളിലേക്ക് വന്നിട്ടുള്ള OTP കൃത്യമായി പാകിസ്ഥാനിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ സിം കാർഡ് റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഒപ്പം ഈ സിം കാർഡ് ഉപയോഗിച്ച് എന്തെല്ലാം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ഓപ്പറേഷൻ ഗോസ്റ്റ് സിം എന്ന പേരിൽ അസം പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് പാകിസ്ഥാനുമായി ബന്ധമുള്ള വ്യാജ സിം കാർഡ് റാക്കറ്റിനെ പിടികൂടിയിട്ടുള്ളത്. നിലവിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20-ലധികം പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നിരീക്ഷണത്തിനാണുള്ളത്. കൂടുതൽ പേർ ഈ സിം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നു. ഒപ്പം പാകിസ്ഥാനിലേക്ക് OTP ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് എന്നും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവർ ഉൾപ്പെട്ടു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ജന. ശരി. ഭാരതത്തിന്റെ പ്രത്യാക്രമണം സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നൂർഖാൻ വ്യോമത്താവളമടക്കം ആക്രമിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാക് സൈനിക മേധാവിയാണ് പുലർച്ചെ 2:30 മണിക്ക് ഭാരതത്തിന്റെ ആക്രമണം തന്നെ അറിയിച്ചതെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഇതാദ്യമായാണ് പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുന്നത്. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസിൽ ഉൾപ്പെടെ ഹിന്ദുസ്ഥാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. ഇക്കാര്യം പാക് സേനാ മേധാവി ജനറൽ അസീം മുനീറാണ് തന്നെ അറിയിച്ചതെന്നും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. जवाब देंगे 9 और 10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सईद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. मेरे इंतहाई काबिल एहतराम बुजुर्गों, भाई और बहनों, मैं उस खुदाए बुजुर्गों बरतर को गवाह बनाकर कहता हूँ कि इस जर्नैल की आवाज़ में इंतहाई एतमाद था, खुददारी थी. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് പാക് പ്രധാനമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. കശ്മീർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകാതെ ശാശ്വതമായ സമാധാനം ഉണ്ടാകില്ലെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രതികരിച്ചു. പാകിസ്ഥാനിലെ 9ഓളം വ്യോമതാവളങ്ങൾ ആക്രമിച്ചതായി ഭാരതത്തിന്റെ സൈന്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. ജനം, ഡൽഹി. സിന്ധു നദീജലം പാകിസ്ഥാന് നൽകുന്നത് തടഞ്ഞ നടപടി വിജയമായതോടെ സമാന നീക്കങ്ങൾ ശക്തമാക്കാൻ ഭാരതം. അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ നദീജല ഇടപാടുകൾ നിയന്ത്രിക്കാനുള്ള തന്ത്രമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സുപ്രധാന നദിയിൽ ഡാം നിർമ്മിക്കുന്നതിന് $236 ദശലക്ഷം ഭാരതം വാഗ്ദാനം ചെയ്തു.
അഫ്ഗാനിസ്ഥാനിലെ 9 നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. കാബുൾ, ഗോമൽ, ഖുറം, പിഷിൻലോറ, കാണ്ഡഹാർ, കഠനായി, അബ്ദുൽ വഹാബ്, കൈസർ തുടങ്ങിയ നദികളും സിന്ധു നദിയുടെ പോഷക നദിയുമായാണ് പ്രധാനമായും വെള്ളം പങ്കുവയ്ക്കുന്നത്. എന്നാൽ സിന്ധു നദീജല കരാർ പോലുള്ള വ്യവസ്ഥാപിത സംവിധാനങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നദീജല പങ്കുവെപ്പിൽ ഇല്ല. ഈ സാഹചര്യത്തിലാണ് തന്ത്രപരമായ നീക്കവുമായി ഭാരതം മുന്നോട്ട് വരുന്നത്. കാബൂൾ നദിയുടെ പോഷക നദിയിൽ നിർമ്മിക്കുന്ന ഷഹദൂദ് ഡാമിന് $236 ദശലക്ഷം ഭാരതം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഭാരത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുട്ടാക്കിയുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഡാമിന്റെ നിർമ്മാണത്തിലുള്ള സാങ്കേതിക സഹായവും ഭാരതം നൽകും. സ്വാഭാവികമായും കാബൂൾ നദിയിലേക്ക് ഒഴുകുന്ന വെള്ളം വൻതോതിൽ ഡാമിൽ സംഭരിക്കാനാകും. 3 വർഷത്തിനകം ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നീക്കം. തീർച്ചയായും ഭാരതത്തിന്റെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് മാത്രമേ ഡാമിലൂടെ പാകിസ്ഥാനിലേക്ക് വെള്ളം തുറന്നുവിടാൻ സാധ്യമാകുകയുള്ളൂ. ഈ നയതന്ത്ര തത്വമാണ് ഭാരതം കൃത്യമായി വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിന്ധു നദീജലം തടഞ്ഞതോടെ 1 കോടിയിലേറെ ജനം പാകിസ്ഥാനിൽ ഭക്ഷ്യക്ഷാമം നേരിടുമെന്നാണ് കണക്കുകൾ പുറത്തുവന്നത്. 20 ലക്ഷത്തോളം പേർ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീഴും എന്നും കണക്കുകൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള ജലനയതന്ത്ര സഹകരണം ശ്രദ്ധേയമാകുക. മാത്രമല്ല 160 ചരക്ക് ലോറികൾ അട്ടാരി വഴി ഭാരതത്തിലേക്ക് കടക്കാനുള്ള അനുമതിയും സർക്കാർ അഫ്ഗാനിസ്ഥാന് നൽകിക്കഴിഞ്ഞു. അതിർത്തിക്കപ്പുറം ഭീകരതയെ കയറ്റി അയക്കുന്ന പാകിസ്ഥാന് നൽകിയ ശക്തമായ ആഘാതമാണ് വെള്ളം തടഞ്ഞ ഭാരതത്തിന്റെ നടപടിയെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഭാരതത്തിന്റെ ആണവ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറാനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം വീണ്ടും ചർച്ചയാവുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് പഴയ വിവാദം വീണ്ടും തലപൊക്കുന്നത്. രേഖകൾ വിക്കിലീക്സ് പുറത്തുവിട്ടിരുന്നു. 74 സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഭാരതം ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത്. ഇതോടെ പാകിസ്ഥാനും അണുപരീക്ഷണത്തിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പച്ചപ്പുല്ല് തിന്നിട്ടായാലും ആണവശക്തിയാകും എന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പ്രസ്താവന. ഈ നിർണായക ഘട്ടത്തിൽ ഭാരതത്തിന്റെ ആണവ രഹസ്യങ്ങൾ വേണമെങ്കിൽ പാകിസ്ഥാന് കൈമാറാമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നു. ഇന്ദിര സുൽഫിക്കർ അലി ഭൂട്ടോയെ ബന്ധപ്പെട്ടതിന്റെ നിർണായക തെളിവുകൾ വിക്കിലീക്സ് പുറത്തുവിട്ടിരുന്നു. 1974 ജൂലൈ 22-ന് പ്രധാനമന്ത്രി ഇന്ദിര ഇത്തരം ഒരു പ്രസ്താവന ലോക്സഭയിൽ നടത്തിയതായി ചില ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1998-ലാണ് പാകിസ്ഥാൻ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത്. ഇതേ വർഷം ഭാരതം അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ വിശാലമായ രീതിയിൽ പൊക്രാനിൽ അണുപരീക്ഷണം നടത്തി വിജയിച്ചിരുന്നു. 1971-ൽ ബംഗ്ലാദേശ് യുദ്ധം വിജയിച്ചത് ഇന്ദിരയുടെ നേട്ടമായി കോൺഗ്രസ് ചിത്രീകരിക്കുന്നതിനിടയിലാണ് പഴയ വിവാദം BJP വീണ്ടും കുത്തിപ്പൊക്കിയത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ജനം, ഡൽഹി. ഭാരതത്തിന് ആരുമായും ശത്രുതയില്ല. പക്ഷേ ഭാരതത്തെ വെല്ലുവിളിച്ചാൽ അവരെ പാഠം പഠിപ്പിക്കാൻ കരുത്തുള്ള രാഷ്ട്രമാണ് ഭാരതമെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഭാരതം ചെയ്യുന്നത്. എല്ലാ മേഖലകളിലും ഭാരതം വികസന പാതയിലാണെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. ഗുരു രവിനാഥിന്റെ സ്മൃതി ദിനത്തിൽ ജയ്പൂരിലെ ഗുരു രവിനാഥ് ആശ്രമത്തിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സർസംഘചാലക്. दुस्साहस करेंगे तो उनको पूरा सबक सिखाने की ताकत भी भारत रखेगा और रखनी चाहिए. परंतु भारत की बात कुछ अलग है. ये भारत दुनिया में जीने के लिए ये करना पड़ता है, इसलिए करता है. जो कुछ करना है वो उत्तम करना है, इसलिए उसको उत्तम रीति से. लेकिन विश्व के लिए भारत का क्या संदेश है? स्वामी विवेकानंद कहते थे कि हर एक राष्ट्र का कोई प्रयोजन होता है जिसके लिए वो राष्ट्र जन्म लेता है. अपना प्रयोजन पूरा करने के बाद वो समाप्त होता है. ബഹിരാകാശ രംഗത്ത് ചരിത്രമെഴുതാൻ ISROയുടെ 101ാമത് വിക്ഷേപണം നാളെ നടക്കും. രാവിലെ 5:59-ന് EOS 09 ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായി PSLV C61 ബഹിരാകാശത്തേക്ക് കുതിക്കും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി നാളെ ISRO എഴുതി ചേർക്കും. 101ാമത് വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് ISRO. നാളെ രാവിലെ 5:59-നാണ് ചരിത്രപ്രധാനമായ വിക്ഷേപണം നടക്കുക. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 9 വഹിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ വാഹനം PSLV C61 ബഹിരാകാശത്തേക്ക് കുതിച്ചുയരും.
PSLV XL കോൺഫിഗറേഷനിലെ 27ാമത്തെ റോക്കറ്റ് കൂടിയാണിത്. 44.5 മീറ്റർ ഉയരവും 321 ടൺ ഭാരവുമുണ്ട് ഇതിന്. 4 സ്റ്റേജുകളാണ് റോക്കറ്റിനുള്ളത്. ബഹിരാകാശത്തെ റോക്കറ്റ് അവശിഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി റോക്കറ്റിന്റെ 4ാം ഘട്ടം താഴ്ത്തുന്നതിനുള്ള ഓർബിറ്റ് ചേഞ്ച് ട്രസ്റ്ററും ഉൾപ്പെടുത്തിയാണ് PSLV C-61 വിക്ഷേപിക്കുക. സമഗ്രമായ ഭൗമ നിരീക്ഷണം സാധ്യമാക്കുന്നതാണ് EOS 9 ഉപഗ്രഹം. 5 വർഷമാണ് ഉപഗ്രഹത്തിന്റെ കാലാവധി. ഇതിനുശേഷം പ്രവർത്തനക്ഷമം അല്ലാതാകുമ്പോൾ ഉപഗ്രഹത്തെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി ഡീഓർബിറ്റിംഗിന് ആവശ്യമായ ഇന്ധനവും ഉൾപ്പെടുത്തിയാണ് EOS 9 വിക്ഷേപിക്കുന്നത്. ബഹിരാകാശ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ നിർണായക നീക്കമാണ് റോക്കറ്റ് ഘടകങ്ങളും സാറ്റലൈറ്റുകളും തിരിച്ചു കൊണ്ടുവന്ന് നശിപ്പിക്കുക എന്ന ദൗത്യം. ആ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് PSLV C-61 റോക്കറ്റും EOS 9 ഉപഗ്രഹവും വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും ISROയുടെ സുപ്രധാന 101ാമത്തെ വിക്ഷേപണം. സയൻസ് ഡെസ്ക്, ജനം. ഇതുമായി ബന്ധപ്പെട്ട് വിവരം നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തായാലും ഭാരതത്തിന്റെ മറ്റൊരു അഭിമാനകരമായ നേട്ടം കൂടി ആകാൻ പോവുകയാണ്. ബഹിരാകാശ രംഗത്ത് അങ്ങനെ ചരിത്രം എഴുതാൻ ISROയുടെ 101ാമത് വിക്ഷേപണമാണ് നാളെ നടക്കുന്നത്. ഒപ്പം തന്നെ രാവിലെ 5:59 വിക്ഷേപണം നടക്കുമെന്നും മനസ്സിലാക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ ഐസൺ. നാളെ രാവിലെ 5:59 കൃത്യമായി 5:59 ഈ റോക്കറ്റിൻ്റെ ടേക്ക് ഓഫ് നടക്കുക എന്നാണ് ഇപ്പോൾ ISRO അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയ, ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു റോക്കറ്റ് കൂടിയാണിത്. അതായത് സ്പേസ് ഡെബ്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും നിർണായകമായ നീക്കങ്ങളുടെ ഭാഗമായി ഡി ഓർബിറ്റിംഗ് നടത്തുന്നതിനുള്ള സംവിധാനം ഈ സ്റ്റേജ് 4-ൽ, അതായത് ഈ റോക്കറ്റിൻ്റെ സ്റ്റേജ് 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ EOS എന്ന് പറയുന്ന, അല്ലെങ്കിൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 9 എന്ന് പറയുന്ന ആ സാറ്റലൈറ്റിലും സമാന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 5 വർഷത്തിന് ശേഷം സാറ്റലൈറ്റ് പ്രവർത്തനക്ഷമമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ അത് ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകൾക്കുണ്ടായിരുന്നത്. ഇത്തരം സാറ്റലൈറ്റുകളെല്ലാം തന്നെ ഡി ഓർബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇന്ധനം കൂടി നിറച്ചതിന് ശേഷം അതിൻ്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് തിരിച്ച് ഭൂമിയിലെത്തിച്ച് നശിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ സാറ്റലൈറ്റുകളെല്ലാം തന്നെ വിക്ഷേപിക്കുന്നത്. അതായത് സ്പേസിലെ ബഹിരാകാശത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള നീക്കങ്ങളുടെ ഒരു ഭാഗമായുള്ള നടപടിയും ഉൾപ്പെടുന്ന, ആ ശാസ്ത്രീയമായ സംവിധാനം കൂടി ഉൾപ്പെടുന്ന ഒരു റോക്കറ്റും അതുപോലെ തന്നെ റോക്കറ്റിൻ്റെ സാറ്റലൈറ്റുമാണ് ഇപ്പോൾ വിക്ഷേപിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാളെ 5:59 വിക്ഷേപിക്കുന്ന ഈ റോക്കറ്റ് എന്ന് പറയുന്നത് PSLV C-61 എന്ന് പറയുന്ന റോക്കറ്റ് ഭാരതത്തിൻ്റെ 101ാമത് വിക്ഷേപണമാണ്. EOS ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, അതായത് ഭൂമിയുടെ സമഗ്രമായ നിരീക്ഷണം സാധ്യമാകുന്നതിന് നേരത്തെ നമുക്കറിയാവുന്നതാണ്, പലപ്പോഴും ഈ അടുത്ത കാലത്ത് വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എല്ലാം തന്നെ ഉരുൾപൊട്ടി തകർന്ന പ്രദേശം കൃത്യമായി നിരീക്ഷിച്ചത് ഇതുപോലുള്ളൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെയാണ്. അത്തരത്തിലുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിലെ ചിത്രങ്ങൾ കൃത്യമായും, അതായത് ദുരന്ത നിവാരണത്തിലും അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രവചനങ്ങളിലും അതുപോലെ മറ്റ് കാർഷികമായതും വാട്ടർ റിസോഴ്സസിൻ്റെ കണ്ടെത്തലിനുമെല്ലാം തന്നെ ഏറെ പ്രയോജനകരമാണ്. മറ്റ് സുപ്രധാനമായ ഡിഫൻസ് ഉപയോഗങ്ങളുമുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ആക്രമണം നടന്ന സമയങ്ങളിൽ, പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭാരതം ശക്തമായി തിരിച്ചടിച്ച വേളയിൽ ഭാരതത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ ഇലക്ട്രോണിക് വാർഫെയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ 10 സാറ്റലൈറ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് ISRO ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള നിരവധി സംവിധാനങ്ങൾ ഒരുങ്ങുന്നതാണ് ഈ റിമോട്ട് സെൻസിംഗ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. നാളെ 101ാമത് വിക്ഷേപണം നടക്കുന്നതോടെ ഭാരതത്തിൻ്റെ സാങ്കേതിക തികവാർന്ന ISROയുടെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുക. അഞ്ജന, ഐസനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF സൈനികന് കടുത്ത പീഡനം അനുഭവിക്കേണ്ടി വന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം പാക് കസ്റ്റഡിയിൽ നിന്ന് മോചിതനായി തിരിച്ചെത്തിയ ശേഷം നടത്തിയ കൗൺസിലിംഗിനിടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 23-നാണ് BSF സൈനികൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ അകപ്പെട്ടത്. ജമ്മു കാശ്മീരിലെ വിവിധയിടങ്ങളിൽ റെയ്ഡ്. ഭീകരർക്ക് സഹായം നൽകുന്ന കേന്ദ്രങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. അതിർത്തി മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കരസേന നോർത്തേൺ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ നേരിട്ടെത്തി വിലയിരുത്തി. ബാരാമുള്ള ജില്ലയിലെ ഡ്രോൺ പറത്തൽ താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. അതേസമയം അതിർത്തിയിൽ പാക് ഷെല്ലാക്രമണത്തിൽ നാശനഷ്ടമുണ്ടായവർക്ക് ജമ്മു കാശ്മീർ സർക്കാർ ഉടൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കും. വീടുകൾ നഷ്ടമായവർക്ക് പ്രത്യേക സഹായധനം പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ അറിയിപ്പ്.
സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയ ഭാരതത്തിന്റെ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് സെലബി. 3791 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയ നടപടി മാറ്റിവെക്കണമെന്നും ആവശ്യം. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സെലബിയുടെ സിവിൽ വ്യോമയാന സുരക്ഷാ ബ്യൂറോ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത്. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികൾക്ക് സെലബിക്ക് നൽകിയിരുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ കരാറുകൾ മാറ്റി നൽകുകയും ചെയ്തു. കൊച്ചി, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ബംഗളൂരു, ഗോവ, ഡൽഹി തുടങ്ങിയ വിമാനത്താവളങ്ങളിലാണ് ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത്. നടപടി ഉണ്ടായതിനു പിന്നാലെ തുർക്കിയുമായി ബന്ധമില്ലെന്ന് സെലബി അറിയിച്ചിരുന്നു. സെലബിയുടെ ഭാരതത്തിലെ കമ്പനിയായ സെലബി എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൽ തുർക്കി പ്രസിഡന്റിന്റെ മകൾ സുമയ്യയ്ക്ക് ഓഹരി പങ്കാളിത്തമില്ലെന്നും വിശദീകരണം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് 3791 പേരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ച നടപടി മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. തിങ്കളാഴ്ച കേസിൽ കോടതി വാദം കേൾക്കും. ന്യൂസ് ഡെസ്ക്, ജനം. ഇതോടുകൂടി രാജ്യം രാജ്യാന്തരം പൂർണ്ണമാകുന്നു. നമസ്തേ.